കോഴിക്കോട് കുറ്റിച്ചിറയിൽ സ്ഥിതി ചെയ്യുന്ന ഈ മുസ്ലിം പള്ളിക്ക് 7 നൂറ്റാണ്ടോളം പഴക്കമുണ്ട്. അറേബ്യൻ വ്യാപാരിയായ നഹൂദ മിഷ്കാൽ AD 1300-നും 1330-നും ഇടയിലാണ് പള്ളി പണിതത്. ഈ പള്ളി പിന്നീട് അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെ അറിയപ്പെടുകയായിരുന്നു. 1510 ജനുവരി 3-ന് പോർച്ചുഗീസുകാർ വാസ്കോഡ ഗാമയുടെ പിൻഗാമിയായി എത്തിയ അൽബുക്കർക്കിൻ്റെ നേതൃത്വത്തിൽ പള്ളി ആക്രമിച്ചു. റമളാൻ 22-നായിരുന്നു ഇത്. കല്ലായിപ്പുഴയിലൂടെ വന്ന പോർച്ചുഗീസ് അക്രമികൾ ചരിത്രത്തിൽ തലയുയർത്തി നിന്ന പള്ളിക്ക് നേരെ ആക്രമണം നടത്തി. പള്ളിക്ക് തീ വെക്കുകയും ചെയ്തു. മുസ്ലിങ്ങളെ തുരത്തുകയായിരുന്നു ആക്രമണത്തിൻ്റെ ലക്ഷ്യം. 4 തട്ടുകളിലായി മരം കൊണ്ട് നിർമ്മിച്ച പള്ളിക്ക് നാശനഷ്ടങ്ങളുണ്ടായി. പള്ളിയുടെ 2ഉം 3ഉം നിലകൾ കത്തി നശിക്കുകയും മിഹ്റാബ് തകർക്കപ്പെടുകയും ചെയ്തു. സാമൂതിരിയുടെ നായർ പടയാളികളും മുസ്ലിങ്ങളും ചേർന്നാണ് അക്രമം ചെറുത്തത്. പോർച്ചുഗീസ് ആക്രമണത്തിൻ്റെ മുറിപ്പാടുകൾ ഇപ്പോഴും പള്ളിയുടെ മുകൾ തട്ടിലുണ്ട്. ചാലിയം യുദ്ധത്തിൽ ചാലിയം കോട്ട തകർത്ത ശേഷം കോട്ട തകർത്തതിൻ്റെ മരങ്ങളും മറ്റും കുറ്റിച്ചിറയിൽ കൊണ്ടുവന്ന് മിഷ്കാൽ സുന്നി ജുമുഅത്ത് പള്ളി പുതുക്കി പണിയാൻ ഉപയോഗിച്ചിരുന്നു. പ്രകൃതിക്ഷോഭത്താൽ പലതവണ കേടുപാടുകൾ പറ്റിയെങ്കിലും അവയൊക്കെ അറ്റകുറ്റപ്പണികളിലൂടെ ശരിപ്പെടുത്തിയിട്ടുണ്ട്. കേരള വാസ്തുശില്പകലയുടെ മേന്മ വിളിച്ചോതുന്ന പള്ളിയുടെ നിർമ്മാണത്തിന് ഉപയോഗിച്ചത് കല്ലിനേക്കാൾ കൂടുതൽ മരങ്ങളാണ്. 2011-ൽ കുറ്റിച്ചിറ മിഷ്കാൽ സുന്നി ജുമുഅത്ത് പള്ളി കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ച് നവീകരിക്കുകയുണ്ടായി. ചരിത്ര സ്മാരകങ്ങളുടെ തനിമ ചോരാതെയാണ് നവീകരണം പൂർത്തിയാക്കിയത്. അമൂല്യമായ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ, മാസപ്പിറവി അറിയിക്കുവാനുള്ള തമ്പേറ്, ഹാളിമാർ ഉപയോഗിച്ച പുരാതന അംഗവസ്ത്രങ്ങൾ, പല്ലക്ക് തുടങ്ങിയവ പള്ളിയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. രണ്ടായിരത്തി 2012-ൽ ഫലസ്തീനിലെ മസ്ജിദുൽ അഖ്സ ഇമാം, ഫലസ്തീൻ അംബാസഡർ എന്നിവരടങ്ങുന്ന പ്രതിനിധി സംഘം മിഷ്കാൽ സുന്നി ജുമുഅത്ത് പള്ളി സന്ദർശിച്ചിരുന്നു. കോഴിക്കോട്ടെ ഏറ്റവും പഴക്കം ചെന്ന പള്ളിയായ മിഷ്കാൽ സുന്നി ജുമുഅത്ത് പള്ളി ഇന്ത്യയിലെ പുരാതന മുസ്ലിം പള്ളികളിലൊന്നാണ്. 24 തൂണുകളും 47 വാതിലുകളും പള്ളിക്കുണ്ട്. തറനിലയിൽ 300 ആളുകൾക്ക് നിസ്കരിക്കുവാനും ക്ഷേത്രക്കുളങ്ങൾക്ക് സമാനമായ ചതുരക്കുളവും പള്ളിക്കുണ്ട്. മരത്തടിയാൽ തീർത്ത തൂണുകളും ചുമരുകളും ഏറെ സവിശേഷത നിറഞ്ഞതാണ്.